Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, start your class. Okay, ma'am. Start your ഞാനാണ് പ്രയർ. Okay. ഒരു കന്നഡ പ്രയർ ആണ് മാം. അതിന്റെ മീനിങ് ഇപ്പൊ തന്നെ പറയാം. നമ്മുടെ ശാരദാംബയെ കുറിച്ച്, സരസ്വതിയെ കുറിച്ച് അവരെ വർണ്ണിക്കുന്ന ഒരു പ്രയറാണ് ഞാൻ പാടാൻ പോകുന്നത്. അത് കന്നഡയിലാണ് കേട്ടോ. ശൃംഗേരി ഗീർവാണി ശ്രീവാണി ശാരദി സംഗീത സാഹിത്യ സകല കലാവിശാരദി തുംഗാ നദീ തീര പീഠസ്ഥിതി ಬಂಗಾರ ರಸಯೋರ ಲಕ್ಷ್ಮೀಯತಿ ಸತ್ಯ ಶಿವ ಸುಂದರಕ್ಕೆ ಸಾಕಾರವಾಗಿ ನಿತ್ಯ ನಿರ್ಮಲ ಜ್ಞಾನ ಜ್ಯೋತಿ ಬೆಳಗಿ ನರ್ತಿಸುದೇವಿ ನಾಲಿಗೆ ಮೇಲೆ ನರ್ತಿಸುದೇವಿ ನಾಲಿಗೆ ಮೇಲೆ ಆಪ್ತ ಜನತೆಗೆ ಕರುಣಾಳು ವಿಶಾರದೆ ಶೃಂಗೇರಿ ಗೀರ್ವಾಣಿ ಶ್ರೀವಾಣಿ ಶಾರದಿ ಸಂಗೀತ ಸಾಹಿತ್ಯ ಸಕಲ ಕಲಾ ವಿಶಾರದಿ. ಥ್ಯಾಂಕ್ ಯು ಮ್ಯಾಮ್. ಪ್ರೇಯರ್ ಬೈ ವಿಂದುಜಾ. Okay, Vintuja. And then Ma'am, thought of the day ആണ്. Next. Thought of the day by Avani. The future depends on what we do in the present. മഹാത്മാ ഗാന്ധി. നാം ഇന്ന് എന്ത് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ഭാവി നിൽക്കുന്നത്. താങ്ക് യു മാം. okay, ഞാനാണ് സൈനിങ്. okay. Good afternoon. It's just a story time. I will tell you a story. Lion and the Hunter. On jungle, the eagle immediately flew to the lion. Oh king, some hunters are here. You should kill them. Or you should kill them, said the eagle. Now I can neither kill nor chase them away. Everybody hides somewhere until they leave, replied the king. The eagle didn't like the king's reply. The king is a coward. He told us to hide somewhere, said the eagle. However, other animals obeyed the lion. As they didn't see the animals, hunters returned to their after a few hunters away. The eagle couldn't believe it. The hunters quickly left the jungle. Seeing this, the eagle approached the lion. I thought you were a coward, but you chased the hunters away. When I said this earlier, right, that day my leg was wounded, so I couldn't chase the hunters away. If we I can face anyone, replied the lion. The eagle felt sad for mocking the king. The king is signing by Ramya. Okay, Ramya. Okay, then how are you all? Fine. Hi, ma'am.
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. മിസ് ഈ വീക്കിലും അഡ്ജക്റ്റീവ് ക്ലോസസ് ആണ് മിസ് പറഞ്ഞിരുന്നത്. അഡ്ജക്റ്റീവ് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഈ ക്ലാസ്സിൽ. അപ്പൊ അഡ്ജക്റ്റീവ് എല്ലാരും കഴിഞ്ഞു എന്ന് തോന്നുന്നു. അഡ്ജക്റ്റീവിന്റെ എടുത്തു കഴിഞ്ഞു. പക്ഷെ മിസ് ഈ ക്ലാസ്സിലും കൂടി അഡ്ജക്റ്റീവ് ക്ലോസസ് തന്നെ ഷെയർ ചെയ്യാമെന്നാ പറഞ്ഞേ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിക്കൂ. ക്ലാസ്സസ് എല്ലാം ക്ലിയർ ആയിരുന്നോ? എന്താണ് അഡ്ജക്റ്റീവ്? എന്താണ്? വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? എന്താണ് അറിയില്ലേ? പഠിച്ചിട്ടൊക്കെ മറന്നോ? അഡ്ജക്റ്റീവ് എന്താ? Adjective is a describing word about a noun or pronoun. ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ് അല്ലെ? നൗണിനെ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വേർഡാണ്. ഓക്കേ, ദെൻ അഡ്ജക്റ്റീവ് ഫ്രേസ് ഓഫ് Group of words of adjective word. ഓക്കേ. അഡ്ജക്റ്റീവ് ടീച്ചേഴ്സ് എവിടെ? ടീച്ചേഴ്സ് അഡ്ജക്റ്റീവ് ആരാണ്? അഡ്ജക്റ്റീവ് എന്റെ ഗ്രൂപ്പാണ് മാം, ഞാനുണ്ട്. രമ്യ. അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലോസും എടുത്ത എല്ലാവരും ക്ലാസ്സിൽ തന്നെയില്ലേ? Yes, ma'am. ഓക്കെ, ഫസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവുള്ള ടീച്ചേഴ്സ് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക. ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ ആണോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. Yes, ma'am. ഓക്കെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, ബാക്കി സ്റ്റുഡൻസ്. ഓക്കെ, Yes, ma'am. അപ്പൊ ടീച്ചേഴ്സ് വരൂ. അഡ്ജക്റ്റീവിന്റെ ടീച്ചേഴ്സ് ആണ്. Turn on your camera. മാം ഞാൻ വീട്ടിലല്ല മാം, അതുകൊണ്ട്. ഹലോ മാം, എനിക്ക് ക്യാമറ ഓൺ പറ്റില്ല മാം. അഡ്ജക്റ്റീവിന്റെ ഗ്രൂപ്പില് വേറെ ആരൊക്കെയുണ്ട്? രമ്യ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? മാം, എന്റെ ഗ്രൂപ്പില് അനുമോൾ, ലിഖിത, മേഘ. അനുമോൾ, ലിഖിത, മേഘ. മേഘ എല്ലാരും ക്ലാസ്സിലുണ്ടോ? ആക്റ്റീവ് ആണോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? എന്തൊന്നും മിണ്ടാത്തെ? റെസ്പോണ്ട് ചെയ്യും. മാം ഇടയ്ക്ക് സ്ട്രക്ക് ആവുന്നുണ്ട്. അനുമോൾ, എന്റെ വീഡിയോ ആണോ? വോയിസ് ക്ലിയർ ആണോ? കേൾക്കാം. ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങളുടെ നൗൺ പോർഷൻ കംപ്ലീറ്റ് അല്ല, നൗൺ സ്റ്റാർട്ട് ചെയ്യണോ? മാം, സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അനുമോളൊക്കെ ഉണ്ടെന്ന് തോന്നണോ? എനിക്കറിയില്ല. മിസ് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അനുമോളെ കാണേണ്ടതാണ് ഗ്രൂപ്പില്. അതെ, ആക്റ്റീവ് നികിതേനെ കാണുന്നില്ല. ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അഡ്ജക്റ്റീവ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരും, ചോദിക്കും. ആരും മിണ്ടാതിരിക്കരുത് കേട്ടോ. ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. ഓക്കെ മിസ്സേ, ഞാനുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ചോദിച്ചത് പറയാം മിസ്സേ. ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഇവിടെ നല്ല മഴയുണ്ട് മിസ്, അതുകൊണ്ടാണ് ബ്രേക്ക് ആവുന്നത് കേട്ടോ. രമ്യ, അല്ലെങ്കിൽ രമ്യ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മിസ്. കേൾക്കുന്നുണ്ടോ മിസ്സേ ഞാൻ പറയുന്നത്? കേൾക്കാം. കേൾക്കുന്നുണ്ട് രമ്യ, വീഡിയോ മാത്രം ഓൺ അല്ല എന്നുള്ളു, അത്രേ ഉള്ളൂ.
ഞാൻ മിസ് ഇന്ന് വിളിക്കുന്നു വിചാരിച്ചില്ല മിസ്. അതുകൊണ്ടാണ് ഞാൻ എന്നാലും ക്ലാസ് മിസ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് അറ്റൻഡ് ചെയ്യണതാണ്. ഞാൻ വീട്ടിലില്ല മിസ്. കുഴപ്പമില്ല കേട്ടാ. നിങ്ങള് അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ഇതെല്ലാം ഇട്ട് നിങ്ങളുടെ ടീച്ചർ തന്നെയാണ് ഗ്രൂപ്പിൽ ഉണ്ട് എല്ലാവരും അല്ലെ. സോ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. എല്ലാവരും ഉണ്ടെങ്കിൽ എന്ന് പറയും. മിണ്ടാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യണം. ഒന്നുകൂടി റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടി കണ്ടൊന്നുകൂടി കൺഫേം ആക്കണം. കാണാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അതിനുശേഷം ക്ലിയർ അല്ല എങ്കിൽ എന്നോട് വന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഓക്കെ മ്യൂസിക് ക്ലിയർ ആണ്, നമുക്ക് വേറെ ചാപ്റ്ററിലേക്ക് പോവാം എന്ന് പറയണം. ഓക്കെ, അപ്പോ ജയശ്രീ ചാപ്റ്ററിലെ ഗ്രൂപ്പ് മെമ്പർ ആണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്ന് നമ്മൾ നൗണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. നമ്മൾ ഓൾറെഡി നൗൺ എന്താന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അശ്വതി മിസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്നതാണ് അല്ലെ. നൗൺ എന്താണെന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഒരു കാര്യം, നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് ഗെയിമുകൾ നിങ്ങൾ കളിച്ചിട്ടുണ്ട് അല്ലെ. ഞാനും കളിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗെയിമാണ് നെയിം, പ്ലേസ്, തിങ്, അനിമൽ ഓർ ബേർഡ് അല്ലെ. അപ്പൊ ഇത് കളിച്ചിട്ടില്ലാത്തവർ ആരും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പം ഈ ഒരു നെയിം, പ്ലേസ്, തിങ്, അനിമൽ ഓർ ബേർഡ് നമ്മൾ ഗെയിം രീതിയിൽ കളിച്ച ആ ഒരു സംഭവം തന്നെയാണ്, ആ കളിയിലൂടെ പഠിച്ച ആ ഒരു സംഭവം തന്നെയാണ് നമ്മളിവിടെ നൗൺ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഒരാൾ ഹസ്ന. ഹസ്ന, ആർ യു റെഡി? അപ്പൊ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ആൽഫബറ്റ് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ആ ആൽഫബറ്റിന്റെ നെയിം, ഒരു പ്ലേസ് ഹസ്നയ്ക്ക് കിട്ടുന്നത് മതി. അനിമൽ ഓർ ബേർഡ്, തിങ് ഹസ്ന പറയണം. ആർ യു റെഡി? ഓക്കെ, അപ്പോ ഒരു ആൽഫബറ്റിക് ലെറ്റർ എ പറയുവാണ്. അപ്പൊ എ വെച്ച് ഒരു നെയിം പറയണം. അസ്ന. ഹസ്ന. ഓക്കെ, നെയിം ഹസ്ന. ഓക്കെ, പ്ലേസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. വെരി ഗുഡ്. ആൻഡ് ഓൾസോ അനിമൽ ഓർ തിങ്, ഒരു അനിമൽ ഒരു തിങ്, ബേർഡിന്റെയോ ബേർഡ്, അനിമൽ ഓർ ബേർഡ്. ആൻഡ് ഈറ്റർ. ഏതാണ്? ആൻഡ് എന്നാണ് പറഞ്ഞേ. ബേർഡ് അല്ലേ? ആ, അനിമൽ ഓർ ബേർഡ് ഏതായാലും കുഴപ്പമില്ല. കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ്. ഓക്കെ, താങ്ക് യു ഹസ്ന, താങ്ക് യു. അപ്പൊ ഇപ്പൊ ഹസ്ന പറഞ്ഞ 3 നെയിമുകൾ. അപ്പൊ നെയിം എന്താന്ന് പറഞ്ഞു, പ്ലേസ് എന്താന്ന് പറഞ്ഞു, അനിമൽ ഓർ ബേർഡ് എന്താന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു പറഞ്ഞ ആ വാക്ക് തന്നെയാണ്, ആ നെയിം തന്നെയാണ് നമ്മൾ നൗൺ എന്ന് പറഞ്ഞവിടെ പഠിക്കുന്നത്. നമ്മൾ ഗെയിം രീതിയിൽ പണ്ട് കളിച്ചു. ഇപ്പൊ നമ്മൾക്കത് ഡൗട്ടാണ്. എന്താണ് നൗൺ? വാട്ട് ഈസ് എ നൗൺ? നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, അനിമൽ ഓർ ബേർഡ്, തിങ്സ് എക്സെട്ര. ഇതിനൊക്കെ നമ്മൾ എല്ലാ ഇതിനും ഒരു നെയിം ഉണ്ട് അല്ലെ. എല്ലാ പേഴ്സൺസിനും ഒരു നെയിം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് തന്നെ എല്ലാവർക്കും ഓരോ പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ. ഇപ്പൊ എന്റെ പേര് ജയശ്രീ എന്നാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്ന മിസ്സിന്റെ പേര് അശ്വതി എന്നാണ്. പിന്നെ ഈ ക്ലാസ്സിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. അനുമോൾ, ലുദിയ, ലിഖിത, ഹസ്ന, ഐശ്വര്യ. അപ്പൊ എല്ലാവർക്കും ഓരോ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ തന്നെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പേഴ്സൺസിന്റെ നെയിമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ പ്ലേസസ് ഉണ്ട് അല്ലെ. നമ്മൾ എവിടെ പോയാലും അവിടെ ആ ഒരു പ്ലേസിനൊരു പേരുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് മന്നം എന്നാണ് പറയാം. മന്നം നോർത്ത് പർവ്വം. അതുപോലെ എല്ലാവരുടെ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഒരു പേരുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ പോവുകയാണ്, എല്ലാ സ്ഥലങ്ങളും, ഇപ്പൊ നമ്മളൊരു മാളിൽ പോവുകയാണ്, എല്ലാ പ്ലേസസിനും ഒരു നെയിം ഉണ്ട് അല്ലെ. ആ ഒരു നെയിമിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അനിമൽ ഓർ ബേർഡ്സ്, നമ്മൾ അനിമൽസിനും ഒരു പ്രത്യേക പേരുകളുണ്ടല്ലോ, എല്ലാം ഒരു പേരിലല്ല അറിയപ്പെടുന്നത്. എല്ലാ അനിമൽസിലും ഒരു പേരുണ്ട്. ഡോഗ്, കാറ്റ്, റാബിറ്റ്, അങ്ങനെ ഓരോ പേരുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ തിങ്സ്. ഓക്കെ, അപ്പൊ രമ്യ ഓക്കെ, രമ്യയുടെ അടുത്തിരിക്കുന്ന ഒരു 3-4 ഒബ്ജക്ട്സ്, അതായത് തിങ്സ്, എന്തായാലും കുഴപ്പമില്ല, ടേബിളിന്റെ അടുത്തുള്ളതോ എന്തെങ്കിലും തിങ്സ് ഒന്നൊരു 2-3 പറയാവോ? ഓക്കെ, മൊബൈൽ, then next, continue. Yes. അപ്പൊ നമ്മളുടെ ചുറ്റിനുള്ള ഒബ്ജക്ട്സ്, അതായത് ഇപ്പൊ ബോക്സ്, ബുക്ക്, ഡോൾ, ഓക്കെ, പിന്നെന്താണ്, കോംബ്, എല്ലാ തിങ്സിനും ഓരോ നെയിമുകളുണ്ട്. ആ ഒരു പർട്ടിക്കുലർ നെയിമിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്സ്, അനിമൽ ഓർ ബേർഡ്സ്. എന്ത് വേണമെങ്കിലും ഒരു ഐഡിയാസ് വരാം. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ട്. ബേർഡ്സിനായാൽ പോലും നമ്മൾ എല്ലാ ബേർഡ്സിനും ഓരോ പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു വിശേഷിക്കുന്ന പർട്ടിക്കുലർ നെയിമിനെയാണ് നമ്മൾ നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. നൗൺ ഈസ് എ നെയിം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, ഇതില് ദ ബോയ് ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട്? എക്സാമ്പിൾ, ദ ബോയ് ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഇതില് എന്താണ്? ദ ബോയ്, ബോയ് എന്ന് പറയുന്നത് എന്താണ്? ബോയ് ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ അല്ലേ? ബോയ് ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ. ആൻഡ് ബൈസൈക്കിൾ, ബൈസൈക്കിൾ എന്താണ്? ബൈസൈക്കിൾ ഈസ് എ നെയിം ഓഫ് എ തിങ്. ക്ലിയർ? ഓക്കെ, ബോയ് ഈസ് റൈഡിങ് എ ബൈസൈക്കിളില് ബോയ് എന്ന് പറയുന്നത് എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ബൈസൈക്കിൾ എന്ന് പറയുന്നത് നെയിം ഓഫ് എ തിങ് ആണ്. ഹിയർ ബോയ് ആൻഡ് ബൈസൈക്കിൾ ഈസ് എ നൗൺ. ഓക്കെ ഓക്കെ, ആ, നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ക്യാറ്റ് ഈസ് ഓൺ ദ മാറ്റ്. ഹിയർ ക്യാറ്റ്, ക്യാറ്റ് എന്താണ് അനുമോളെ? ക്യാറ്റ് എന്താണ്? Cat name. ഓഡിയോ ഓൺ ആക്കണേ. Cat name. യെസ്, കാറ്റ് ഈസ് എ നെയിം ഓഫ് ആൻ അനിമൽ അല്ലേ? കാറ്റ് എന്താണ്? അനിമൽ ആണ്. അതുപോലെ തന്നെ കാറ്റ് ഈസ് ഓൺ ദ മാറ്റ്. ഹിയർ മാറ്റ് എന്താണ് ഹസ്ന? ഒരു ഒബ്ജക്ട്. മാറ്റ് ഈസ് Name of a thing. മാറ്റ് ഈസ് എ തിങ് Name അല്ലേ? of a thing. ആ, അപ്പോ എന്താണ്? മാറ്റ് ഈസ് എ നെയിം ഓഫ് എ തിങ്. അപ്പൊ ഹിയർ കാറ്റ് ആൻഡ് മാറ്റ് എന്താണ്? നൗൺ ആണ്. ഓക്കെ, ക്ലിയർ? അനുമോളെ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ദ തേർഡ് എക്സാമ്പിൾ, ദ ചിൽഡ്രൻ ആർ ഇൻ ദ സ്കൂൾ. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊരു ഗ്രൂപ്പ് ഓഫ് നെയിം ആണ് അല്ലെ? പക്ഷെ എന്നാലും എന്തായിട്ടാണ് അത് പറയുന്നത്? പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. നെയിം ഓഫ് എ പേഴ്സൺ. ആൻഡ് ഓൾസോ സ്കൂൾ. കണ്ടോ? സ്കൂൾ, സ്കൂൾ എന്താണ്? ഹിയർ ചിൽഡ്രൻ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ ആൻഡ് ഓൾസോ എന്താണ്? സ്കൂൾ ഈസ് എ എന്താണ്? പ്ലേസ് ആണ് അല്ലേ? അപ്പോ ചിൽഡ്രൻ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ ആൻഡ് സ്കൂൾ ഈസ് എ നെയിം ഓഫ് എ പ്ലേസ്. ഓക്കെ, ക്ലിയർ? അപ്പോ ദ ചിൽഡ്രൻ ആൻഡ് സ്കൂൾ ആർ എന്താണ് ഇവിടെ?
noun അല്ലേ? Noun. അപ്പൊ the children and school are here noun ആണ് പറയുന്നത്. Noun. Okay. The fourth example. Rohan has a pet dog. കാണുന്നുണ്ടോ എല്ലാവർക്കും? റോഹൻ ഹാസ് എ പെറ്റ് ഡോഗ്. റോഹൻ എന്ന് പറഞ്ഞാൽ എന്താണത്? റോഹൻ എന്ന് പറഞ്ഞ ഒരു Name. പേരാണ് അല്ലേ? Name. അപ്പൊ റോഹൻ ആൻഡ് ഹിയർ എന്താ പറഞ്ഞേക്കണേ? ഡോഗ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ റോഹൻ ഹാസ് എ പെറ്റ് ഡോഗ് എന്നുള്ളതില് റോഹൻ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ ആൻഡ് ഡോഗ് എന്താണ്? ഡോഗ് ഈസ് എ നെയിം ഓഫ് ആൻ അനിമൽ. ഓക്കെ, ക്ലിയർ? അപ്പോ ഹിയർ റോഹൻ ആൻഡ് ഡോഗ് എന്താണ്? ഈസ് എ നൗൺ. ഓക്കെ. The last example. The dog is running in the park. അല്ലെ? അപ്പൊ ഇതിലും അതുപോലെ തന്നെ the dog എന്താണ്? Dog is a name of an animal. അല്ലെ? Running in the park. Park എന്താണ്? Park is a name of a place. ഓക്കെ. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏതൊരു പ്ലേസിനായാലും അതുപോലെ തന്നെ പേഴ്സൺസിനും വസ്തുവിനും തിങ്സ് അനിമൽസിനും ഒക്കെ എന്തുണ്ട്? ഒരു പേരുണ്ട്, പർട്ടിക്കുലർ നെയിം ഉണ്ട്. ആ നെയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. കുറച്ച് എക്സാമ്പിളും കൂടി. സീമ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോ ഇതിലെന്താണ്? സീമ എന്നുള്ള പേരാണ് അവിടെ നൗൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ സീമ ഈസ് എ ഗുഡ് ഗേൾ. സീമ ഈസ് ഹിയർ നൗൺ. ഹി ലിവ്സ് ഇൻ ഇന്ത്യ. സെക്കൻഡ് എക്സാമ്പിൾ. അപ്പൊ എന്താണ്? അവര് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്നുള്ളത് എന്താണ്? പ്ലേസ് ഓഫ് എ, നെയിം ഓഫ് എ പ്ലേസ് അല്ലേ? അങ്ങനെ. അപ്പൊ വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ്. അപ്പൊ എന്താണ്? വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ്. തേർഡ് എക്സാമ്പിൾ. അപ്പൊ അവിടെ എന്താണ്? ഷീപ്പാണ് അല്ലെ? അപ്പൊ ഷീപ്പ് എന്താണ്? നെയിം ഓഫ് എ അനിമൽ. നെയിം ഓഫ് ആൻ അനിമൽ. അപ്പൊ അവിടുത്തെ ആ അനിമലിന്റെ നെയിം, ആ നെയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. ഓക്കെ. ക്യാമറ തിരിക്കാൻ നോക്കുകയാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ക്ലിയർ ആയോ നൗൺ എന്താണെന്ന്? നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഇതാണ് നമ്മൾ അനിമലിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഏതൊരു വസ്തുവിനെയും സ്ഥലങ്ങളെയും അതുപോലെ തന്നെ അനിമൽസ് മൃഗങ്ങളെയും പറയുന്ന ആ ഒരു പർട്ടിക്കുലർ നെയിമിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? എല്ലാവരും മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട് നൗൺസ്. അത് ഏതൊക്കെയാണ്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. ഈ 4 നൗണും നമുക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അത് ഡിസ്കസ് ചെയ്യണോ മിസ്? നൗൺ എന്നുള്ള പോർഷൻ ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പോയോ? വെരി സശ്രുതി മിസ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണല്ലോ? നൗൺ നമ്മള് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ? മിസ് ഓഡിയോ കേൾക്കുന്നില്ല മിസ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓഡിയോ പ്രോബ്ലം വന്നു മിസ്. ഒരു മിനിറ്റ് മിസ്. ഇത്തിരി കുറവാ, അതായിരിക്കും മിസ്. കുറച്ച് സൗണ്ട് കുറവാ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഏ ശ്രീ? ഓക്കെ. അപ്പൊ നൗൺ എന്താണ് ക്ലിയർ ആയില്ല അല്ലെ? നെക്സ്റ്റ് നൗൺ ഫ്രേസിലേക്ക് പോവാം. നൗൺ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നൗൺ ഫ്രേസിലേക്ക് പോവാട്ടോ. നെക്സ്റ്റ് ആരെടുക്ക? മിസ്, ഞാനാണ് ശരണ്യാണ്. ക്യാമറ ഓൺ ആക്കണില്ല, കാരണം ഒട്ടും വയ്യാതെയാണ് ഇരിക്കണത്. എന്നാലും ഞാന് ഇത് പറയാം. ഓക്കെ. അപ്പോ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നൗൺ ഫ്രേസിനെ കുറിച്ചാണ്. അപ്പോ എ നൗൺ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻസ് ആസ് എ നൗൺ ഇൻ എ സെന്റൻസ്. അപ്പോൾ എന്താണ് നൗൺ ഫ്രേസ് എന്ന് വെച്ചാല് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്.
എന്നല്ല ഒരു സെന്റൻസിൽ അല്ലാതെ ഉണ്ടാവും. നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചു, അഡ്ജക്റ്റീവ് ഫ്രേസ് പഠിച്ചു, അഡ്ജക്റ്റീവ് ക്ലോസ് പഠിച്ചു, അല്ലാതെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഒരു സെന്റൻസിൽ നൗൺ ഉണ്ടാവും, ആർട്ടിക്കിൾ ഉണ്ടാവും, പിന്നെ നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചില്ലേ, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഡ്സ് അഡ്ജക്റ്റീവ് പഠിച്ചു, വെർബ് ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും. ഇതിനെ എല്ലാത്തിനും കൂടിയിട്ട് വിളിക്കുന്ന പേരാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ എല്ലാതും ഉണ്ടാവും. നൗൺ ഉണ്ടാവും, പിന്നെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ അഡ്ജക്റ്റീവിനെയാണ് മോഡിഫൈ ചെയ്യാനുള്ള വേർഡ്സ് നമ്മൾ പറയണത് അല്ലേ. ഒരു നൗണിനെ നമ്മൾ അഡ്ജക്റ്റീവ് ചെയ്യാൻ നമ്മളിപ്പോ അഡ്ജക്റ്റീവ് എന്താന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു സെന്റൻസിൽ നൗൺ ഉണ്ടാവും, അഡ്ജക്റ്റീവ് ഉണ്ടാവും, ആർട്ടിക്കിൾ ഉണ്ടാവും, ആഡ്വർബ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും. അതിനെ ഒരൊറ്റ സെന്റൻസിൽ അതെല്ലാതും ഉണ്ടാവും. അതിനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ നൗൺ ഫ്രേസ് എക്കോ വരുന്നുണ്ടോ? ആ ചെറുതായിട്ട് വരുന്നുണ്ടടാ. ഇപ്പോഴോ? ഇപ്പൊ ഇല്ല. ഓക്കെ. ഓക്കെ. അപ്പോ എ നൗൺ ഫ്രേസ് കണ്ടെയ്ൻസ് എ നൗൺ, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മസ്റ്റ് കണ്ടെയ്ൻ എ നൗൺ. അല്ലേ, ഒരു സെന്റൻസിലെ മസ്റ്റ് ആയിട്ടും എന്തുണ്ടാവും, ഒരു നൗൺ ഉണ്ടാവും. പിന്നെ എ നൗൺ മസ്റ്റ് കണ്ടെയ്ൻ മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എ നൗൺ ആസ് എ ഹെഡ് വേർഡ് വിച്ച് ഹാസ് മോഡിഫൈ. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് ഉണ്ടാവും ഇല്ലേ, ഒരു സെന്റൻസിൽ ഉണ്ടാവില്ലേ, നമ്മൾ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ എന്തായാലും ഒരു വേർഡ് ഉണ്ടാവും. Then a noun phrase functions as a subject. ഇല്ലേ, ഒരു noun phrase ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അതിലൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇറ്റ് ഫങ്ഷൻ ആസ് എ സബ്ജക്റ്റ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ഉണ്ടാവില്ലേ, ഒരു സെന്റൻസിൽ എന്തായാലും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. Then a noun phrase functions as an object. അതിലൊരു നൗൺ ഫ്രേസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ഓൾസോ ഫങ്ഷൻസ് ആസ് എൻ ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. അപ്പൊ ഒരു നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നൗൺ ഉണ്ടാവും, മോഡിഫൈ ചെയ്യാൻ ഒരു വേർഡ് ഉണ്ടാവും, പിന്നെ അതിലൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ദെൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ക്ലിയർ ആയോ? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാല് ഒന്നും കൂടി പറയോ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒരു നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാല് ഒരു സെന്റൻസില് അല്ലാതെ ഉണ്ടാവും. അതിൽ ആർട്ടിക്കിൾ ഉണ്ടാവും, വെർബ് ഉണ്ടാവും, മോഡിഫൈ ചെയ്യാൻ ഒരു വാക്ക് ഉണ്ടാവും നൗണിന്റെ ഒപ്പം. അങ്ങനെ എല്ലാതും കൂടിയിട്ടുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സോറി ഓക്കെ, ഒരു ഷർട്ട് എന്താണ്? ഷർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൗൺ ആണ് അല്ലേ? ഷർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗൺ ആണ്. ഓക്കെ, ബ്ലൂ ഷർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് അതില്? ഒരു ബ്ലൂ ഷർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അതിന്റെ കളർ ഉണ്ട്. ഓക്കെ, അഡ്ജക്റ്റീവ് ഉണ്ട്, പിന്നെ നൗൺ ഉണ്ട്. ഓക്കെ, നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷർട്ടിന്റെ ഒപ്പം ബ്ലൂ എന്നുള്ള ഒരു കളർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ദ ബ്രൗൺ ഡോഗ് എന്ന് പറഞ്ഞാല് അതിൽ നൗൺ ഉണ്ട്. ദ എന്ന് പറഞ്ഞാല് ആർട്ടിക്കിൾ ആണ്. ദ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾ ആണ്. ദ ബ്രൗൺ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഡോഗ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അപ്പൊ ഒരു സെന്റൻസിൽ 3 വാക്ക് വന്നിട്ടില്ലേ? ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, നൗൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 3 കൂടി ചേർന്നിട്ടുള്ളതിന് കൂട്ടാണ് എന്താ പറയുന്നത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സെന്റൻസിൽ വെർബും വരാം, ആർട്ടിക്കിൾ വരാം, വെർബ് വരാം, അഡ്ജക്റ്റീവ് വരാം, നൗൺ വരാം, എന്തും വരാം. ഒരൊറ്റ സെന്റൻസിൽ എന്തും വരാം. അതിനെല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഓക്കെ, പിന്നെ ഐ ഹാവ് എ വെരി ഓൾഡ് ഹൗസ്. ഐ ഹാവ് എ വെരി ഓൾഡ് ഹൗസ്. എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ ആണ്. വെരി എന്ന് പറഞ്ഞാൽ ഒരു ആഡ്വർബ് ആണ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ആണ്. ഹൗസ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്.
ഓക്കെ ക്ലിയർ. ഐ ഹാവ് എ വെരി ഓൾഡ് ഹൗസ്. ആ ഒരു സെന്റൻസില് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ആഡ്വർബ് വന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, നൗൺ വന്നിട്ടുണ്ട്. ഇതെല്ലാതും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതല്ല ഒരു സെന്റൻസില് ഈ വന്നിട്ടുള്ള ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നൗൺ ഫ്രേസ് എന്താന്ന് മനസ്സിലായോ? നമ്മൾ പഠിച്ചു, അഡ്ജക്റ്റീവ് പഠിച്ചു. മനസ്സിലായി. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഒരു സെന്റൻസില് 2 അഡ്ജക്റ്റീവ് വരും അല്ലെ? അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താന്ന് പഠിച്ചു. അതൊക്കെ ഒരു സെന്റൻസിൽ 2 അഡ്ജക്റ്റീവ് ഒക്കെ വരുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഈ സെന്റൻസില് എല്ലാതും വരും. എന്നാല് ആർട്ടിക്കിൾ വരും, ആഡ്വർബ് വരും, അഡ്ജക്റ്റീവ് വരും, നൗൺ വരും, എല്ലാതും വരും. അതിനെല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ശരണ്യ, ഒരു ഡൗട്ട്. ഐ ഹാവ് എ വെരി ഓൾഡ് ഹൗസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതില് വെരി എന്ന് പറഞ്ഞതല്ലേ അഡ്വർബ് എന്ന് പറഞ്ഞേ? വെർബ്. അപ്പൊ ഓൾഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അല്ലെ? കളറും Adjective. പിന്നെ ആ ഒരു നൗണിനെ നമ്മള് മോഡിഫൈ ചെയ്യാനായിട്ടുള്ള വേർഡ്സ് ഇല്ലേ? ഓക്കെ. ഹൗസ് എന്ന് പറയുന്നത് നൗൺ ആണ് അല്ലെ? അപ്പൊ ഇതിൽ ആർട്ടിക്കിള് ക്ലിയർ ആയിടാ. ഓക്കെ ക്ലിയർ. ഓക്കെ, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് എ, ആൻ, ദ. അതാണ് ആർട്ടിക്കിള്. എ, ആൻ, ദ. ഇതാണ് ആർട്ടിക്കിള്. The smart boy in the class. The smart boy in the class. ഓക്കെ, ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അനുമോള് പറയാൻ പറ്റുമോ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന്? The smart boy in the class. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? The smart boy in the class. ദ ആർട്ടിക്കിള്, സ്മാർട്ട് അഡ്ജക്റ്റീവ്, ബോയ് നൗൺ, ഇൻ ദ ക്ലാസ് ഒബ്ജക്റ്റ്. ഓക്കെ, അടാ ഇപ്പൊ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ദ ഡോഗ് ഓൺ ദ പോർച്ച്. ദ ഡോഗ് ഓൺ ദ പോർച്ച്. ജയശ്രീ പറഞ്ഞടാ. ജയശ്രീ. ഡോഗ് നൗൺ ആണ്, ദ ആർട്ടിക്കിൾ ആണ്. ഓക്കെ. ആൻഡ് പാർക്ക് പോർച്ച്. പോർച്ച് ആണ്. ഓക്കെ, പോർച്ച് അഡ്വർബ് അല്ലേ? വെർബ് അല്ലടാ. വെർബ്. ഓക്കെ, വെർബ് അല്ല. രമ്യ. ഡോഗ് നൗൺ ആണ്. രമ്യ പറയാൻ പറ്റുമോ? രമ്യ. ഒബ്ജക്റ്റ് ആണോ? രമ്യ കേൾക്കാമോ? ഓക്കെ, പറയടാ. ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡോഗ് ഈസ് ഓൺ ദ പോർച്ച് അല്ലേ? ദ ഡോഗ് ഓൺ ദ പോർച്ച്. ആർട്ടിക്കിൾ ഡോഗ്, ഓക്കെ. പോർച്ച് പ്ലേസ്, നെയിം ഓഫ് എ പ്ലേസ്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ദ ബിഗ് റെഡ് ബോള്. ദ ബിഗ് റെഡ് ബോള്. അസ്ന ഒന്ന് പറയാൻ പറ്റുമോ? അസ്ന. A big red ball. A article. Ball noun. Okay. Red adjective. Okay. ബിഗ് അഡ്ജക്റ്റീവ് ആണ് ട്ടോ. 2 അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. Okay. Big ഒരു adjective. സെന്റൻസിൽ 2 അഡ്ജക്റ്റീവ് വരാം, വെർബും വരാം, നൗണും വരാം, ആർട്ടിക്കിളും വരാം, എല്ലാതും വരാം. ഹസ്ന ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യണം. അപ്പൊ കണ്ടില്ലേ, ഈ സെന്റൻസിൽ 2 അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, നൗണും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാതും ചേർന്നിട്ടുള്ള ഒരു സെന്റൻസിൽ എന്തും വരാം, അഡ്ജക്റ്റീവ് വരാം, ആർട്ടിക്കിൾ വരാം, നൗണ് വരാം, വെർബ് വരാം. അങ്ങനെ ഇതെല്ലാതും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താ പറയുന്നത്? ശരണ്യ, ദ ഡോഗ് ഈസ് ഓൺ ദ പോർച്ച് പറഞ്ഞല്ലോ. ഇതിൽ പോർച്ച് ശരിക്കും നെയിം ഓഫ് എ പ്ലേസ് അല്ലേ? ഓക്കെ, പറഞ്ഞല്ലോടാ. അത് ആരും പറഞ്ഞല്ലോ, രമ്യ പറഞ്ഞില്ലേ? ഓക്കെ ശരി.
അതുപോലെ തന്നെ ദ വെരി ഓൾഡ് ഷൂ. ദ വെരി ഓൾഡ് ഷൂ അതൊരാള് പറഞ്ഞടാ. ദ വെരി ഓൾഡ് ഷൂ എന്തൊക്കെയുണ്ട് അതില്? ദ വെരി ഓൾഡ് ഷൂ. വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, നൗൺ ഉണ്ട്. ഓക്കെ, നൗൺ ഉണ്ട്, ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഉണ്ട്. ഉണ്ടല്ലോ, ദ ആർട്ടിക്കിൾ അല്ലേ? അതാ ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? കുറെ എക്സാമ്പിൾസ് ഉണ്ട്, എനിക്ക് പറയാൻ പറ്റണില്ല, ചുമ വരുന്നു. ഓക്കെ, മനസ്സിലായി ശരണ്യ. മനസ്സിലായോ? നോൺ ഫ്രേസ് എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി എക്സാമ്പിൾസ് അടുത്ത ആള് പറയുന്നുണ്ട്. എനിക്കിപ്പോ നോൺ ഫ്രേസ് എന്താണെന്നും കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ എക്സാമ്പിൾസ് അടുത്ത ആള് പറയുന്നുണ്ട്. മ്യൂട്ട് ചെയ്തു. ഹസ്ന ഓഡിയോ ഓൺ ആക്കുമ്പോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഓഡിയോ ഇതാവുന്നുണ്ട്. മാം ദ വെരി ഓൾഡ് ഷൂല് വെർബ് എവിടെ? വെരി ഹലോ ആ ഇതൊക്കെ വരുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ശരണ്യ. ഓക്കെ, ഞാന് നൗൺ ഫ്രേസ് എന്താണെന്നും അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഇതിലുള്ള എക്സാമ്പിൾസ് അടുത്ത ആള് പറയും കേട്ടോ. നൗൺ ഫ്രേസ് എന്താന്ന് മനസ്സിലായില്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഒരു സെന്റൻസിൽ എല്ലാതും വരും. ഞാൻ എല്ലാതും കൂടിയിട്ട് പറയുന്ന പേരാണ് നൗൺ ഫ്രേസ് എന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ദ വെരി ഓൾഡ് ഷൂല് വെർബ് എവിടെ? അത് ആരാ നേരത്തെ പറഞ്ഞത്? ദ ആർട്ടിക്കിള് വെരി വെർബാണ്, ഓൾഡ് അഡ്ജക്റ്റീവ് ആണ്, ഷൂ നൗൺ ആണ്. ഹസ്നയുടെ മൈക്ക് ഓൺ ആക്കുമ്പോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഒന്നും കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, വെർബ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ദ വെരി ഓൾഡ് ഷൂ. ദ ആർട്ടിക്കിൾ ആണ്, വെരി വെർബ് ആണ്, ഓൾഡ് അഡ്ജക്റ്റീവ് ആണ്, ഷൂ നൗൺ ആണ്. പറഞ്ഞല്ലോ നേരത്തെ. ശരിയാണോ വെർബ്? വെരി വെരി ആണ് verb. അപ്പൊ ഇതൊക്കെ കൂടി അപ്പൊ അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, വെർബ് വന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, നൗൺ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു വേർഡ്സിനെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ എക്സാമ്പിൾസ് അടുത്ത ആള് പറയൂട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു മിസ്. നെക്സ്റ്റ് ആരാ? താങ്ക് യു ശരണ്യ. നെക്സ്റ്റ് ഞാൻ ക്ലാസ്സിലൊക്കെ അത് പ്രഭുലായിരുന്നു മാം. അവൾക്ക് ജോലി കിട്ടിയപ്പോ പോയി. അവള് ആരേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതെനിക്ക് നെയിം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് ഞാൻ ആരോന്ന് പറഞ്ഞത് അടുത്തത്. ഇനിയും പറയാനുണ്ട് മാം. ഇതിന് തന്നെ നൗൺ ഫ്രേസിന്റെ എക്സാമ്പിൾസ് ഒരാൾ കൂടുതൽ പറയാനുണ്ട്, നൗൺ ക്ലോസ് പറയാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആരാണെന്ന് പറയാമോ? ക്ലാസ്സിൽ മിസ്സേ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ ശരണ്യ, മെബിയ, നിമ്മി, ജയശ്രീ അങ്ങനെയായിരുന്നു ഗ്രൂപ്പില്. ശരണ്യ, മെബിയ, നിമ്മി, ജയശ്രീ. ജയശ്രീ രണ്ട് എന്ന് പറയും. ഗ്രൂപ്പ് ഒരുമിച്ചാക്കി രമ്യ. രണ്ട് കുറച്ച് പേര് ഗ്രൂപ്പ് കൂടി ഉണ്ട് നമ്മുടെ ഗ്രൂപ്പില്, പക്ഷെ ആരും 8 കാണുന്നില്ല പേരുണ്ട് മാം. ലൈവില്. 8 പേരുണ്ട് മാം. 2 ഗ്രൂപ്പ് ഒരുമിച്ചിട്ടാണ് ഈ ചാപ്റ്റർ തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരാള് ആബ്സെന്റ് ആണ്, മിസ് ഗോപിക ചേച്ചി ആബ്സെന്റ് ആണ്. പ്രഭുല ഇതിന്ന് പോയി, അതായത് സ്കൂളിലേക്ക് കയറി. പിന്നെ ശ്രുതി, പ്രിൻസില, മേബിയ, ഗോപികയാണ് മാം അടുത്തത് നോൺ ഫേസിന്റെ എക്സാമ്പിൾ പറയാന്ന് ആബ്സെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു. ഗോപിക ചേച്ചി ആബ്സെന്റ് എന്ന് പറഞ്ഞായിരുന്നു. അതെന്താണെന്നറിയോ മിസ്? ഇന്ന് അബ്ജക്റ്റീവ് ക്ലോസ് ആണ് മെയിൻ ആയിട്ട് മിസ് എടുക്കാന്ന് പറഞ്ഞിരുന്നത്. ക്ലാസ്സിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാന്നേ. അപ്പൊ അത് എടുക്കുന്ന ആൾക്കാർ ഇപ്പൊ അനുമോള് വന്നിട്ടുണ്ട്.
പക്ഷെ അത് ഇത് പോയില്ലേ, കണ്ടിന്യൂഷൻ പോയി മിസ്. ചുമ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മിസ്. നല്ല ചുമ, തലവേദനയൊക്കെയാണ്. ഇന്നലെ പറഞ്ഞിരുന്നു മിസ് ഹെഡേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വയ്യ മിസ്, സൗണ്ട് ഒന്നും ഇല്ല, ചുമയും പനിയൊക്കെ ഉണ്ട്. എന്നിട്ട് സത്യം ഞാൻ പറയാലോ മിസ് പറഞ്ഞു പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇന്ന് മിസ് പറഞ്ഞോണ്ട്, കാരണം അഡ്ജക്റ്റീവ് ക്ലോസസ് എന്ന് പറഞ്ഞോണ്ടേ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ശരിയാക്കാലോ എന്ന് വിചാരിച്ചു. ഈ നൗൺ ചാപ്റ്ററിൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിൽ വന്നിട്ടില്ല. എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്താണ് പൊതുവെ അത്ര ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ അല്ല ഇത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാനില്ല. അഡ്ജക്റ്റീവും അഡ്വേർബിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പോ ഇത് നോക്കും കണ്ടിന്യൂ, ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. നൗൺ ഫ്രേസ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടും തോന്നുന്നു കേട്ടാ. 2-3 എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. ഇനി നൗൺ ക്ലോസ് ആണ് എന്തുട്ടാന്ന് അറിയില്ല. അതെ മിസ്, ഓരോ പോർഷൻസ് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്തായിരുന്നു. നൗൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ നൗൺ എടുത്തത്. പിന്നെ ഇതേപോലെ ശരണ്യ നൗൺ ഫ്രേസസ്, നൗൺ ക്ലോസസ്, പ്രഫുല്ല, അങ്ങനെ ഓരോരുത്തരും ഓരോ പോർഷൻസ് എടുത്തിരുന്നത്. മാം നൗൺ ക്ലോസ് ഞാൻ എടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ നൗൺ ക്ലോസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നൗൺ ക്ലോസ് എന്താന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ക്ലോസ് എന്താന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കണം. എന്താ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ആർക്കെങ്കിലും അറിയാം എന്താന്ന്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണോ? Clause is a group of words. Yes, you are correct. A clause is a group of words that contain subject and verb. അതിൽ സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്ലോസ് എന്ന് പറയാം. ഒരു സെന്റൻസിൽ നമുക്ക് എപ്പോഴും ഒന്നോ അതിലധികമോ ക്ലോസിനെ കാണാൻ പറ്റും. ഒരു കൂട്ടം ക്ലോസുകൾ ചേർന്നിട്ടാണ് ചിലപ്പോൾ നമുക്കൊരു സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ വരുന്ന ക്ലോസുകള്, ചില ക്ലോസുകൾ നമുക്ക് കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യും. ചില ക്ലോസുകള് നമുക്ക് പൂർണ്ണമായ അർത്ഥം കൺവേ ചെയ്യില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലോസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും. ഈ മെയിൻ ക്ലോസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ആ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന വേർഡ് തന്നെ അതെന്താണ് മീൻ ചെയ്യുന്നത്? സ്വതന്ത്രമായി നിൽക്കുന്നത്. സ്വന്തമായി നിന്നുകൊണ്ട് കുറച്ച് വാക്കുകൾ മീനിങ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മീനിങ് കൺവേ ചെയ്യില്ല. ഇങ്ങനെയുള്ള ക്ലോസുകൾക്ക് ഒന്നെങ്കിൽ മെയിൻ ക്ലോസിനെ അല്ലെങ്കിൽ കുറച്ച് ഫ്രേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മീനിങ് കൺവേ ചെയ്യുക. അങ്ങനെയുള്ള ക്ലോസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഡിപ്പെൻഡന്റ് ക്ലോസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ്. അതിൽ വരുന്ന നൗൺ ക്ലോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നൗൺ ക്ലോസ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അപ്പം നിങ്ങൾക്ക് ക്ലോസ് എന്ന് പറയുമ്പം അതെങ്ങനെ ഒരു സെന്റൻസിൽ വരിക എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? ഞാൻ ആ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പണ്ട് മുതലേ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഈഫ് ക്ലോസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈഫ് ക്ലോസ്, ഈഫ് ക്ലോസ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ടോ? ഫുൾ ആയിട്ടുള്ള മീനിങ് ഇല്ലല്ലോ. ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ, അവിടെ മീനിങ് കംപ്ലീറ്റ് അല്ല. ആ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ആ മെയിൻ ക്ലോസ് എന്താണ്? യു വിൽ പാസ്, നിങ്ങൾ പാസ് ആവും. അപ്പം ഇങ്ങനെ ഈഫ് ക്ലോസ് ആയിട്ടുള്ളത് വേറൊരു മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പൊ ഇഫ് ചെയ്തിട്ട് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നമ്മൾ അല്ലേ? പണ്ട് മുതലേ അല്ലേ, അതൊരു ക്ലോസ് ആണ്. ക്ലോസിന് എന്താന്ന് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതാണ് ക്ലോസ്. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നെന്ന് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത്. ഡിപ്പെൻഡന്റ് ക്ലോസ് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മീനിങ് കൺവേ ചെയ്യില്ല. ഒരു മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടൂ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് വെൻ ഐ വാസ് എ ചൈൽഡ്. വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് അവിടെ കൺവേ ചെയ്യുന്നുണ്ടോ? ഇല്ല. പകുതി ഈ ഒരു പകുതി മീനിങ് മാത്രമേ അവിടെ കൺവേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വരുന്നതാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് മീനിങ് കൺവേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ മീനിങ് കൺവേ ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അത് മെയിൻ ക്ലോസ് ആയിട്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പം ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൂടി ചേർന്നിട്ട് വരുന്ന വേർഡ്സ് ആണ്. അതിലൊരു സബ്ജക്റ്റും വേർബും ഉണ്ടാവും. ഫ്രേസ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. ഫ്രേസിൽ നമുക്ക് സബ്ജക്റ്റിന്റെയും വേർബിന്റെയും കോമ്പിനേഷൻ കാണാൻ പറ്റത്തില്ല. ബട്ട് ക്ലോസിൽ നമുക്ക് സബ്ജക്റ്റിന്റെയും വേർബിന്റെയും കോമ്പിനേഷൻ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് നൗൺ ക്ലോസ് ആണ്. നൗൺ ക്ലോസ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. നൗൺ ക്ലോസ് ഈസ് എ സബോർഡിനേറ്റ് ക്ലോസ്. നൗണ് എഴുതേണ്ട ഭാഗത്ത് നൗണിന് പകരമായി എഴുതുന്ന ഒരു കൂട്ടം വാക്കുകളാണ് നൗൺ ക്ലോസ്. Noun clause is a group of words that contain subject and verb. A noun clause acts as a functions of a noun. നൗണിന്റെ ഫംഗ്ഷൻ എന്താണോ ഒരു സെന്റൻസിൽ വേണ്ടത്, അല്ലെ നൗൺ എന്ത് ഫംഗ്ഷൻ ആണോ ഒരു സെന്റൻസിൽ ചെയ്യുന്നത്, അതേ സെയിം ഫംഗ്ഷൻ നൗൺ ക്ലോസിന്റെ രൂപത്തിലാണ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു സെന്റൻസിൽ നൗണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നൗണിന്റെ ഫംഗ്ഷൻ ഒരു സെന്റൻസിൽ ചെയ്യുന്നത്? നൗൺ ഒരു സെന്റൻസിൽ എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നുണ്ട്? ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു സെന്റൻസ് പറയാം. ഷി റീഡ്സ് എ ബുക്ക്. അതിൽ എത്ര നൗൺ ഉണ്ട്? ഷി റീഡ്സ് എ ബുക്ക്. ബുക്ക് എന്നുള്ളത് നൗണാണ്. ഷീ നൗൺ ആണ്. ഷീ നൗൺ ആണ്. ഇവിടെ നമുക്ക് രണ്ട് നൗണിനെ കാണാൻ പറ്റുന്നുണ്ട്. ഷീ എന്ന് പറയുന്ന നൗണിനെയും കാണാൻ പറ്റുന്നുണ്ട്. റീഡ്സ് എന്ന് പറയുന്ന വേർബ് ഉണ്ട്. എ ബുക്ക് എന്ന് പറയുന്ന വേറൊരു നൗണിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതില് ഷീ എന്ന് പറയുന്ന നൗണ് സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആയിട്ട് ഒരു സെന്റൻസിൽ. എ ബുക്ക് എന്ന് പറയുന്ന നൗണ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നൗണ് സബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൊ നമുക്ക് നൗണിന്റെ ഫംഗ്ഷൻ ആയിട്ട് രണ്ട് ഫംഗ്ഷൻ പറയാം. നൗൺ ആക്ട് ആസ് എ സബ്ജക്റ്റ്, നൗൺ ആക്ട് ആസ് എൻ ഒബ്ജക്റ്റ്. അതേപോലെ ഒരു കോംപ്ലിമെന്റ് ആയിട്ടും ഒരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് എ ടീച്ചർ. ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഒരു നൗണ് ഒരു സെന്റൻസിൽ കോംപ്ലിമെന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഒരു ഒരു നൗണ് സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും കോംപ്ലിമെന്റ് ആയിട്ടും ഒരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നത്. ഇതേ സെയിം ഫംഗ്ഷൻ തന്നെ നൗൺ ക്ലോസും ഒരു സെന്റൻസിൽ പെർഫോം ചെയ്യുന്നുണ്ട്. A noun clause acts as a subject, act as an object, act as a complement. നൗൺ എഴുതേണ്ട ഭാഗത്ത് നമ്മൾ ഒരു കൂട്ടം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നൗണിന് എഴുതേണ്ട ഭാഗത്ത് നൗൺ ക്ലോസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം ഒരു സെന്റൻസിൽ നമുക്ക് നൗൺ ക്ലോസ് വെച്ചിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ അത് നൗൺ ക്ലോസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ എങ്ങനെ നമുക്കൊരു നൗൺ ക്ലോസിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ് നൗൺ ക്ലോസ് എന്ന് മനസ്സിലാക്കണം. നൗൺ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിലൊരു സബ്ജക്റ്റും വേർബും ഉണ്ടാവും എന്ന് മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ വെക്കേണ്ടത് നൗണിന്റെ സ്ഥാനത്ത് പകരമായി വെക്കുന്നതാണ് നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. നൗൺ എഴുതേണ്ട സ്ഥാനത്താണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നൗൺ ക്ലോസ് എഴുതുന്നത്.
നൗണിന്റെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് നൗൺ ക്ലോസ്. അപ്പൊ നൗൺ ക്ലോസിനെ നമുക്ക് എന്താക്കി റീപ്ലേസ് ചെയ്യാം? നൗൺ ആക്കിയും റീപ്ലേസ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നൗൺ ക്ലോസ് എന്ന് പറയുമ്പോൾ അതിലൊരു സബ്ജക്റ്റ് വേർബ് ഉണ്ടാവും, അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു നൗൺ ക്ലോസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക WH വേർഡ്സ്, ദാറ്റ്, ഈഫ്, വെദർ എന്നീ ഇങ്ങനെയുള്ള കൺജങ്ഷൻ വെച്ചിട്ടാണ്. സാധാരണയായി ഏതൊരു സബോർഡിനേറ്റ് ക്ലോസും സ്റ്റാർട്ട് ചെയ്യുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ടാണ്. ഈ നൗൺ ക്ലോസും സെയിം ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കൺജങ്ഷൻ വെച്ചിട്ട് ആണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് മീനിങ് അവിടെ കൺവേ ചെയ്യില്ല. അപ്പം WH വേർഡ്സ്, ഈഫ്, ദാറ്റ്, വെദർ എന്നിങ്ങനെയുള്ള കൺജങ്ഷൻ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ സെന്റൻസിൽ നൗണിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിലും അതിലൊരു സബ്ജക്റ്റ് വേർബും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആ നൗൺ ക്ലോസിനെ നമുക്ക് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നൗൺ ക്ലോസ് ആണെന്ന് പറയാം. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിളിൽ കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഐ തിങ്ക് ഇറ്റ്സ് അഡ്വാൻസ്ഡ് ഗ്രാമർ, ലിറ്റിൽ ബിറ്റ് ഓഫ് കൺഫ്യൂസിങ്. എന്നാലും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് വാട്ട് ഐ സോ സർപ്രൈസ്ഡ് മീ. വാട്ട് ഐ സോ സർപ്രൈസ്ഡ് മീ. ഇതില് ആ ഒരു സെന്റൻസ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വാട്ട് വെച്ചിട്ടാണ്, ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഐ സോ എന്ന് പറയുമ്പോൾ അതാണ് ഒരു നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നൗൺ ക്ലോസ് ആയി വരുന്നത്? നമ്മൾ ആ സെന്റൻസിനൊന്ന് ചെക്ക് ചെയ്യുക. അതിലൊരു സബ്ജക്റ്റ് വേർബ് ഉണ്ട്, അത് വാട്ട് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ട് ഐ സോ സർപ്രൈസ്ഡ് മീ എന്ന് പറയുന്ന സെന്റൻസിൽ വാട്ട് ഐ സോ ആണ് ക്ലോസ് എന്ന് പറയാം. കാരണം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നൗൺ ഓർ പ്രോനൗൺ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനും പറ്റും. മാം കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? എനിക്ക് വലിയ ഐഡിയ ഇല്ല. കുറച്ച് കൺഫ്യൂസിംഗ് ആണ് നൗൺ എന്ന് പറയുന്നത്. ക്ലാസ് എടുക്കോട്ടോ, ഞാൻ പറയാം. ആ ഓക്കെ. അപ്പൊ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഐ സെഡ് ഈസ് ടോട്ടലി ഫോൾസ്. ഇവിടെ നമുക്ക് എങ്ങനെ നൗൺ ക്ലോസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് വേർബ് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക. സബ്ജക്റ്റ് വാട്ട് ഐ സെഡ് ആണ്. കാരണം അവിടെ ഒരു സബ്ജക്റ്റ് വേർബ് കോമ്പിനേഷൻ കാണുന്നുണ്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, സെഡ് എന്ന് പറയുന്ന വേർബ് ഉണ്ട്. ഈ നൗൺ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ കൺജങ്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം വാട്ട് ഐ സെഡ് എന്ന് പറയുന്നതാണ് നൗൺ ക്ലോസ് എന്ന് വരുന്നത്. വാട്ട് ഐ സെഡ് ഈസ് ടോട്ടലി ഫോൾസ്. ദ വാട്ട് ഐ സെഡ് ഈസ് എ നൗൺ ക്ലോസ്. ഇവിടെ നമുക്കൊരു നൗൺ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു സെന്റൻസിൽ നൗൺ എന്താണോ പെർഫോം ചെയ്യുന്നത് അതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നൗൺ ക്ലോസും ഇവിടെ പെർഫോം ചെയ്യുന്നത്. നൗണ് വെക്കേണ്ട സ്ഥാനത്ത് ഒരു കൂട്ടം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതെപ്പോഴും ഒരു WH വേർഡ്സോ അല്ലെങ്കിൽ ഈഫ്, വെദർ, ദാറ്റ് എന്നൊക്കെ വെച്ചിട്ടായിരിക്കും മെയിൻ ആയിട്ട് തുടങ്ങുക. ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് നിൽക്കില്ല. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മീനിങ് കൺവേ ചെയ്യില്ല. ഒരു മെയിൻ ക്ലോസിനെയും കൂടി കൂടെ നിൽക്കുമ്പോഴേ കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടൂ. അല്ലാതെ ഒരു പകുതി മീനിങ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്ത എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. വാട്ട് ഹി സെഡ് മേഡ് മീ ലാഫ്. ഇതിൽ ഏതാണ് നൗൺ ക്ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നൗൺ ക്ലോസ് പറയുന്നത് നൗണിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന സബ്ജക്ട് വാട്ട് ഹി സെഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നൗൺ ക്ലോസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. വാട്ട് ഹി സെഡ്. What he said made me laugh. What he said made me laugh. Made me love.
laugh, L-A-U-G-H. Okay. What he said made me laugh എന്നാണോ? What he said. അപ്പൊ noun clause what he said. What he said. ക്ലോസിൽ എപ്പോഴും സബ്ജക്റ്റും വേർബും ഉണ്ടായിരിക്കണം. ഒരു കൺജങ്ഷൻ വെച്ചിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ സബ്ജക്റ്റ് വേർബ് കോമ്പിനേഷനെ നമുക്ക് നൗണോ പ്രോനൗണോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. ഈ 3 പോയിന്റും നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക നൗൺ ക്ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എല്ലാം നൗണ് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നൗൺ ക്ലോസ് ഒബ്ജക്റ്റ് ആയിട്ടാണ് സെന്റൻസിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ ഈസ് ഷീ തിങ്ക് ദാറ്റ് we believe what he said. We believe what he said. ഇവിടെ what he said ആണ് noun clause. ഇവിടെ what എന്ന് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് സ്റ്റാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ആയിട്ടാണ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ളത്. We believe what he said. What he said ആണ് noun clause. അടുത്തൊരു എക്സാമ്പിൾ പറയാം. I don't know what is in the box. ഇതിൽ ഏതായിരിക്കും noun clause? What is in the box? What is in the box? I don't know. Question. I don't know. എനിക്കറിയാം what is in the box. What is in the box ആണ് noun clause ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ noun clause-നെ മാറ്റിയിട്ട് നമുക്കൊരു നൗണോ പ്രോനൗണോ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. What is in the box? I don't know. What is in the box? It. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോനൗൺ വെച്ചിട്ട് അവിടെ മാറ്റാൻ പറ്റുന്നുണ്ട്. അതിൽ സബ്ജക്റ്റ് വേർബ് കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്ത് വാട്ട് വെച്ചിട്ടാണ്. മെയിൻ ആയിട്ട് ഈ നൗൺ ക്ലോസ് ദാറ്റ്, വാട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. Then next example. The truth is that he lied. The truth എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇതിലുണ്ട്. That he lied എന്ന് പറയുന്ന കോംപ്ലിമെന്റിന്റെ രൂപത്തിലാണ് ഇവിടെ നൗൺ ക്ലോസ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നൗണ് കോംപ്ലിമെന്റ് രൂപത്തിലും ഒരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. The truth is that he lied. അടുത്ത ക്വസ്റ്റ്യൻ. The problem is how we can fix it. ഇതിൽ ഏതായിരിക്കും noun clause? The problem is how we can fix it. How we can fix it? Yes, you're right. Yes, you're right. How we can fix it ആണ് noun clause എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് noun clause-നെ ഒരു നൗണോ പ്രോനൗണോ വെച്ചിട്ട് സെന്റൻസിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. I don't know what is in the box എന്ന് നമ്മൾ പറഞ്ഞു. I don't know what is in the box. What is in the box ആണ് ഇവിടെ noun clause ആയിട്ട് വന്നത്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയായിരുന്നു? I don't know it. എന്നുള്ള പ്രോനൗൺ ഉപയോഗിക്കായിരുന്നു. അപ്പോൾ ആ noun clause-നെ നമുക്ക് മാറ്റിയിട്ടൊരു നൗണായിട്ട് അവിടെ വെക്കാം. പക്ഷെ അതിന് പകരമായിട്ട് എന്താണ് നമ്മൾ noun clause ആണ് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ noun clause എന്ന് പറയുന്നത്. വല്ല ഡൗട്ടും ഉണ്ടോ? ഹലോ മാം, അടുത്ത ഒരാൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കും. വേറെ ഒരാളും കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം കേട്ടോ. ഗ്രൂപ്പിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ ക്ലാസ് ഇങ്ങനെ ഡിലേ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് എല്ലാവർക്കും പാടില്ല, എനിക്ക് വയ്യ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് പറയും. ആരാണുള്ളത് സൈൻ ഔട്ട്? സൗമ്യ. Good afternoon all. Today's session was conducted by Ashwati ma'am. On behalf of all my dear friends, I sincerely thank you Ashwati ma'am, Jayasri, Sharanya and Shruti for your wonderful class. They explained the topic about noun phrases and noun clauses.
The clear explanations and examples made learning interesting and easy to understand. We appreciate the time, effort, and patience. And also, all of you participated very actively in this. Let's meet again. Stay safe. Thank you. Sign out by Soumya. മാം താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. ആപ്റ്റിറ്റ്യൂഡിന്റെ Thank you. മോക്ക് ടെസ്റ്റ് ഉണ്ടാവൂലേ? ശരി മാം. Yeah, thank you all. See you on next class. Thank you, Bye. miss. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.